ചപ്പാത്തിക്ക് കുഴച്ച് വെക്കുന്നതിനേക്കാൾ മുമ്പായിട്ട് ഇത്തിരി ഉരുളക്കിഴങ്ങ് അടുപ്പത്ത് വെച്ചു. അതൊരു വിസിലടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് കുഴച്ച് വെച്ച് കഴിഞ്ഞതിന് ശേഷം സബോള, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ കട്ട് ചെയ്ത് ഒരു ഭാഗത്ത് വെച്ച് ഒരു പാത്രത്തിൽ ഇത്തിരി കാപ്പിപ്പൊടി ഇട്ട് വെച്ചു. അതിന് ശേഷമാണ് ഞാൻ ചപ്പാത്തി ചുടാൻ നിന്നത്. ചപ്പാത്തി ചുടാൻ നിൽക്കുമ്പോഴേക്കും ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചായക്ക്. അപ്പോൾ കാപ്പീനിട്ടാ പിന്നത് ഈ ചപ്പാത്തി തിരിച്ചും മറിച്ചും എല്ലാ വട്ടത്തിലും നീളത്തിലൊക്കെ അങ്ങോട്ട് തിരിച്ചും മറിച്ചൊക്കെ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് വേണം, ഇപ്പുറത്ത് ഉരുളക്കിഴങ്ങ് ആയിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു പാൻ വെച്ച് അതിൻ്റെ ഇടയിൽ കാപ്പി തിളച്ചു. കാപ്പി ഇട്ട് വെച്ച പാത്രത്തിലേക്ക് അതുകൊണ്ട് ഒഴിച്ചു. അപ്പോൾ കാപ്പി റെഡി. കട്ടൻ കാപ്പിയാണ് കേട്ടോ. അപ്പോൾ കാലത്ത് പച്ചക്കറിയുടെ ഇടയിലായിരുന്നു. അവിടെ മെട്ടലും മുത്തലും മന്തലൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും. അത് കഴിഞ്ഞ് ചൂടാകുമ്പോൾ ഓടിപ്പരയിൽ കയറി പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയാണ്. അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ടു, കറിവേപ്പിലിട്ടു, എന്നിട്ട് ഈ അരിഞ്ഞു വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് അതിലേക്ക് ചെരിഞ്ഞാൽ സംഗതിയൊക്കെ കറി റെഡി. പിന്നെ ഈ ചപ്പാത്തി അത് കുറച്ചങ്ങോട്ട് ചുട്ട് ആ പാത്രത്തിലേക്ക് ഇട്ട് വെച്ച് വൈകുന്നേരത്തിനും ആയിട്ടാ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ കുക്കർ അടുപ്പത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അതിലേക്ക് നമ്മളെ ആവശ്യത്തിനുള്ള അരി ഇട്ട് അത് നന്നായിട്ട് വെട്ടി തിളയ്ക്കണം കേട്ടോ. ചായ കുടിച്ച് കഴിയുമ്പോഴേക്കും അത് തിളക്കിണ്ടാവും. എന്നിട്ട് അതൊന്ന് അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്യുക. ചോറ് റെഡി.